വെൽക്കം, തഹമനാണ്. ആന്റിഫംഗൽ വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ആന്റിഫംഗൽ ഡ്രഗ്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യും. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റിഫംഗൽ, ദെൻ വിൽ ഓൾസോ ടോക്ക് അബൌട്ട് ടു ഡ്രഗ്, ഒന്ന് ആംഫോടെറിസിൻ, രണ്ട് നിസ്റ്റാറ്റിൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാം. സോ ആന്റിമൈക്കോട്ടിക് ഡ്രഗ്സ് ഓർ ആന്റിഫംഗൽ ഡ്രഗ്സ്, ഇതിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ എന്നനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വെദർ ഇറ്റ് ഈസ് നാച്ചുറൽ ഓർ സിന്തറ്റിക്, ഇതാണ് ഈസി മെത്തേഡ്. ഇപ്പൊ ആക്ടിനോമൈസിറ്റസ്, അതിൽ നിന്ന് ലഭിക്കുന്ന ആംഫോടെറിസിൻ ബി, ഇപ്പൊ ആംഫോടെറിസിൻ ബി, then നിസ്റ്റാറ്റിൻ, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ഇതെല്ലാം പോളിഈൻസ് ആണ്. സോ ഇതെല്ലാം നാച്ചുറൽ ആണ്. ഫംഗസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വേറൊരു മരുന്നാണ് ഗ്രിസിയോഫൾവിൻ. സോ ഗ്രിസിയോഫൾവിൻ എന്ന് പറയുന്നത് ഫംഗസിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. സോ ഇതെല്ലാം നാച്ചുറൽ ആണ്. ബാക്കിയുള്ളതെല്ലാം സിന്തറ്റിക് ആണ്. പെസോൾസ്, അസോൾസ്, അസോൾ ആന്റിഫംഗ്, അലൈലമീൻസ് ഉണ്ട്, അലൈലമീൻസ്, എക്കിനോകാൻറ്റീൻ. സോ ഇങ്ങനെയൊക്കെ ഉള്ളത് സിന്തറ്റിക് ആണ്. സോ ഇതാണ് ഒരു വേ ഓഫ് ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ, സിന്തറ്റിക്. ദെൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നത് ഏത് തരം ക്ലിനിക്കൽ രോഗങ്ങൾക്കാണ് അവസ്ഥയിലാണ് ഉപയോഗിക്കുന്നത് എന്നനുസരിച്ചിട്ട്. ഉദാഹരണം, പുറത്തുള്ളത് സൂപ്പർഫിഷ്യൽ ഫംഗൽ ഡിസോർഡേഴ്സിന് കൊടുക്കുന്നതാണെങ്കിൽ, മൈക്കോസിന് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. ടോപ്പിക്കലായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ടോപ്പിക്കലാണ്. ദെൻ ഇൻവേസീവ്, ശരീരത്തിനകത്തേക്ക് കയറിയിട്ടുള്ളതാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ഇവിടെ പക്ഷേ ക്ലാസിഫൈ ചെയ്യുക നമ്മൾ ഫാർമക്കോളജിക്കലി ആണ്, അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ ബേസ്ഡ് ആണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുക. ഫംഗസിന് അവയുടെ സെൽ മെംബ്രെയിന് ചുറ്റും, ഇപ്പോൾ ഇത് ഫംഗസ് ആണെങ്കിൽ ഇത് അതിൻ്റെ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ, ആൻഡ് ഇതിന് ചുറ്റും ഞാൻ വെറുതെ ഇങ്ങനെ വരയ്ക്കാം, ഒരു സെൽ വാൾ ഉണ്ട്, തിക്കായിട്ടുള്ള ഒരു സെൽ വാൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആൻഡ് ഈ സെൽ വാളിനകത്ത് എന്തൊക്കെയുണ്ട്? ചൈറ്റിൻ ഓർ കൈറ്റിൻ ഉണ്ട്. ദെൻ 1,3 ബീറ്റാ ഗ്ലൂക്കാൻസ് അല്ലെങ്കിൽ ബീറ്റാ 1,3 ഗ്ലൂക്കാൻസ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. സോ ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കണം, അല്ല ഉണ്ടാക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. സോ ഈ സിന്തസിസ് 1,3 ബീറ്റാ ഗ്ലൂക്കാന്റെ സിന്തസിസ് തടഞ്ഞാൽ, നിർമ്മാണം തടഞ്ഞു കഴിഞ്ഞാൽ ഫംഗി ക്ലോസ് ആകും. അപ്പോൾ നമുക്കതിനെ സെൽ വാൾ സിന്തസിസ് ഓർ 1,3 ബീറ്റാ ഗ്ലൂക്കാൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ഓഫ് ഡ്രഗ്സ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മരുന്നാണ് എക്കിനോകാൻറ്റീൻസ് എന്ന് പറയുന്ന മരുന്ന്. ഇങ്ങനെയുള്ള മരുന്നുകളാണ്. സോ 3 മരുന്നുകളാണ് ഉള്ളത്. എല്ലാത്തിന്റെയും പേര് അവസാനിക്കുന്ന ഫംഗിൻ ആണ്, ഫംഗിൻ അവസാനിക്കും. സോ ആദ്യത്തേത് കാപ്സോഫംഗിൻ ആണ്, കാപ്സോഫംഗിൻ. രണ്ടാമത്തത് മിക്കാഫംഗിൻ ആണ്, അല്ലെങ്കിൽ മൈക്കാഫംഗിൻ. മൂന്നാമത്തത് അനിഡുല ഫംഗ്. സോ ഇത് മൂന്നുമാണ് സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ഓർ 1,3 ബീറ്റാ ഗ്ലൂക്കാൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്. രണ്ടാമത്തെ ടാർഗറ്റ് ഇതിന് തൊട്ടടിയിലുള്ള ഈ സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ നമ്മൾ സാധാരണ എങ്ങനെ വരയ്ക്കുക? സെൽ മെംബ്രെയിൻ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക, ഇങ്ങനെ ഡബിൾ ലെയർ സെൽ മെംബ്രെയിൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ മനുഷ്യൻ്റെയൊക്കെ ആണെങ്കിൽ ഇവിടെ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറയും നമ്മൾ, അല്ലെ? സെൽ മെംബ്രെയിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന കൊളസ്ട്രോൾ ഉണ്ട്. പക്ഷെ ഇവിടെ കൊളസ്ട്രോൾ അല്ല, അതിന്റെ പേര് എർഗോസ്റ്റിറോൾ ആണ്. എർഗോസ്റ്റിറോൾ ആണ് ഫംഗസിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന സംഭവം. അപ്പോൾ അടുത്ത ടാർഗറ്റ് ഇതാണ്, എർഗോസ്റ്റിറോൾ ആണ് അടുത്ത ടാർഗറ്റ്. ഈ ടാർഗറ്റിൽ നമുക്ക് 2 രീതിയിൽ ആക്ട് ചെയ്യാം. ഒന്ന് നേരിട്ട്, ഇപ്പൊ ഇതാണെങ്കിൽ ഇവിടെ നേരിട്ട് ഇവിടെയുള്ള എർഗോസ്റ്റിറോളിൽ ബൈൻഡ് ചെയ്യാം, നേരിട്ട് ബൈൻഡ് ചെയ്യുന്ന മരുന്ന്. അല്ലെങ്കിൽ ഈ എർഗോസ്റ്റിറോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയല്ലേ നമ്മൾ കൊളസ്ട്രോൾ സിന്തസിസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ എവിടെയെങ്കിലും തടഞ്ഞ് ബയോസിന്തസിസ് തടയാം. അപ്പോൾ ഒന്ന് നേരിട്ട് ബൈൻഡ് ചെയ്യുന്ന മരുന്നുകൾ, 2 ബയോസിന്തസിസ് തടയുന്ന മരുന്നുകൾ ഉണ്ട്. നമുക്ക് നേരിട്ട് ബൈൻഡ് ചെയ്യുന്ന 2 മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗം മരുന്നുകളുണ്ട്. അതിനെയാണ് നമ്മൾ പോളിഈൻസ് എന്ന് വിളിക്കുക. പോളിഈൻസ്. സോ പോളിഈൻസ് 2 മരുന്നുകളാണ് ഏറ്റവും ഫേമസ്. വൺ ഈസ് ആംഫോടെറിസിൻ ബി ആണ്, രണ്ടാമത്തത് നിസ്റ്റാറ്റിൻ. ഈ മരുന്നുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇത് 2 പോളിഈൻസ് ആണ്. ഇത് 2 നേരിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യുമ്പോൾ, ഇവിടെ ബൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഒരു പോർ ഫോം ചെയ്യും. സോ ദീസ് പ്രൊഡ്യൂസസ് എ പോർ. സെൽ മെംബ്രെയിനിൽ പോർസ് ഉണ്ടാക്കും, തുളകൾ ഉണ്ടാക്കും. സോ ഈ തുളകളിലൂടെ എന്ത് ചെയ്യും? ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിനകത്ത് കൂടെ ഇങ്ങനെ പൊട്ടാസ്യം, ഇതിനകത്തുള്ള കാറ്റയോൺസ് എല്ലാം പുറത്തേക്ക് പോഴ്സിലൂടെ പുറത്തേക്ക് പോകും, ഫംഗൈ ക്ലോസ് ആക്കും. സോ ദീസ് ഡ്രഗ്സ്, പോളിഈൻസ്, ആംഫോടെറിസിൻ, നിസ്റ്റാറ്റിൻ, ഹാമൈസിൻ, these will bind to the ergosterol and produces pores, and thus the fungi will die. So these are fungicidal ആണ്, fungicidal type of drugs കളാണ് പോളിഈൻസ് എന്ന് പറയുന്ന വിഭാഗം മരുന്നുകൾ, ആംഫോടെറിസിൻ ആൻഡ് നിസ്റ്റാറ്റിൻ. ഇനി എർഗോസ്റ്റിറോൾ നമുക്ക് ചെയ്യാവുന്നത് ഈ എർഗോസ്റ്റിറോളിന്റെ സിന്തസിസോ, എർഗോസ്റ്റിറോൾ ഇവിടെയാണ് എന്ന് വിചാരിച്ചാൽ ഇതിന്റെ സിന്തസിസ് നമുക്ക് തടയുക. നമ്മുടെ കൊളസ്ട്രോൾ സിന്തസിസ് അറിയാം, ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട്. സോ ഇതേപോലെ നമുക്ക് ഇവിടെയും തുടങ്ങാം. നമുക്കപ്പോൾ സ്ക്വാലിനിൽ വെച്ച് തുടങ്ങാം. സ്ക്വാലിൻ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് സ്ക്വാലിൻ ഈസ് കൺവേർട്ടഡ് ടു, സ്ക്വാലിനെ ലാനോസ്റ്റിറോൾ ആക്കി മാറ്റണം. ലാനോസ്റ്റിറോൾ ആക്കി മാറ്റാനായിട്ട് ഒരു എൻസൈം ഉണ്ട്, അതിന്റെ പേരാണ് സ്ക്വാലിൻ എപ്പോക്സിഡേസ്. സോ സ്ക്വാലിൻ എപ്പോക്സിഡേസ് ഇതിനെ ലാനോസ്റ്റിറോൾ എന്ന് പറയുന്ന സംഭവമാക്കി മാറ്റുന്നുണ്ട്. ആൻഡ് ഇതിനെ തടയുന്ന മരുന്നുകൾ, ഇവിടെ ഈ സ്റ്റെപ്പ് തടയുന്ന മരുന്നുകളാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ.
മരുന്നുകൾ. അലൈലമീൻസ് വിഭാഗം. സോ ഫേമസ് ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ ടെർബിനാഫിൻ ആണ്. ടെർബിനാഫിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ വേറൊരെണ്ണം നാഫ്റ്റിഫീൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. നാഫ്റ്റിഫീൻ. ഓക്കെ. ദെൻ പിന്നെ ഉള്ളത് ബ്യൂട്ടിനാഫിൻ ആണ്. ബ്യൂട്ടിനാഫിൻ. സോ എല്ലാം നാഫിനിലാണ് അവസാനിക്കുന്നത്. ദെൻ അനദർ ഡ്രഗ്, വേറൊരു മരുന്ന് കൂടി ഉണ്ട്. അതിന്റെ പേര് ടോൾനാഫ്റ്റേറ്റ് എന്ന് പറയുന്ന മരുന്നും ഈ രീതിയിൽ തന്നെ സ്ക്വാലിൻ എപ്പോക്സിഡേസിനെ തടയുന്ന മരുന്നുകളാണ്. സോ ദിസ് ഇസ് ദ മെക്കാനിസം. ഇൻഹിബിഷൻ ഓഫ് സ്ക്വാലിൻ എപ്പോക്സിഡേസ്. സോ ഇറ്റ് ഇൻഹിബിറ്റ് ദ കൺവേർഷൻ ഓഫ് സ്ക്വാലിൻ ടു ലാനോസ്റ്റിറോൾ. ആൻഡ് ഫൈനലി ഇറ്റ് ഇൻഹിബിറ്റ് ദ ഫോർമേഷൻ ഓഫ് ദിസ് ഇസ് എർഗോസ്റ്റിറോൾ ഫോർമേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത മരുന്നുകളും ഇതേ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന, ഇതേ സ്റ്റെപ്പ് തടയുന്നതാണ്. ഇപ്പൊ ലാനോസ്റ്റിറോളിനെ വീണ്ടും അടുത്തൊരു ഇന്റർമീഡിയറ്റ് ആക്കി മാറും. അതിനെ നമുക്ക് 14 ഡീമീഥൈൽ ലാനോസ്റ്റിറോൾ ആക്കി മാറ്റുന്നതാണ്. ഇത് 14 ആൽഫ ഡീമെത്തിലേസ് എന്ന് പറയുന്ന എൻസൈം. 14 ആൽഫ ഡീമെത്തിലേസ് എന്ന് പറയുന്ന എൻസൈം. സോ ഈ എൻസൈമിനെ തടയുന്ന ഡീമെത്തിലേസ്. സോ ഇതിനെ തടയുന്ന മരുന്നുകളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മരുന്നുകൾ. ആ മരുന്നിന്റെ പേര് അസോൾസ് എന്നാണ്. അസോൾ ആന്റി ഫംഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പ് മരുന്നുകളാണ്. സിന്തറ്റിക് ആണ് അസോൾ. സോ അസോൾസ് തന്നെ 2 തരമുണ്ട്. അതിൽ ഒന്ന് ഇമിഡസോൾ റിംഗ് ഉള്ളതാണ്. രണ്ടാമത്തത് ട്രയാസോൾ റിംഗ് ഉള്ളത്. ഇങ്ങനെ 2 കെമിക്കൽ സ്ട്രക്ചറിന്റെ പുറത്ത് നമുക്ക് 2 ആക്കാം. ഇമിഡസോൾ റിംഗിൽ ഏറ്റവും ഫേമസ് വൺ ഇത് കീറ്റോകോണസോൾ ആണ്. കീറ്റോകോണസോളിന്റെ പ്രത്യേകത 2 റൂട്ടും കൊടുക്കാം. ടോപ്പിക്കൽ കൊടുക്കാം, ഓറൽ കൊടുക്കാം. ആൻഡ് ഈ ഗ്രൂപ്പിന്റെ എല്ലാ പ്രത്യേകത എല്ലാം തന്നെ കോണസോളിലാണ് അവസാനം. കോണസോൾ എക്സെപ്റ്റ് വെരി 1-2 മാത്രമേ ഉള്ളൂ കോണസോൾ അല്ലാത്തത്. സോ കീറ്റോകോണസോൾ ഒന്ന് ഞാൻ പറഞ്ഞു. ദെൻ അടുത്തത് ടോപ്പിക്കലായിട്ട് കൊടുക്കുന്നതാണ് ഇനിയെല്ലാം ഞാൻ പറയുന്നത്. ടോപ്പിക്കൽ എക്കോണസോൾ. ഞാൻ മൊത്തം എഴുതുന്നില്ല. മൈ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ കോണസോൾ എന്ന് എഴുതുക. മൈക്കോണസോൾ. ഓക്സികോണസോൾ. വേറൊരെണ്ണുണ്ട് ഫേമസ് ക്ലോട്രിമസോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. അത് മാത്രം ഞാൻ മാറ്റി എഴുതാം. ക്ലോട്രിമസോൾ. ഇത് മാത്രമാണ് ട്രിമസോൾ. ബാക്കി എല്ലാം കോണസോൾ ആണ്. ഇനി ഇമിഡസോൾ ഗ്രൂപ്പിൽ തന്നെ വേറെയും പുതുതായിട്ട് ഒരുപാട് മരുന്നുകൾ വന്നു. ഇതും എല്ലാം കോണസോൾസ് തന്നെയാണ്. ഉദാഹരണം ബ്യൂട്ടോകോണസോൾ, സൾകോണസോൾ, ടയോകോണസോൾ, ലൂലികോണസോൾ. ഇനി ഒരു കോണസോൾ കൂടിയുണ്ട്. ഈ കോണസോൾ പക്ഷേ ഇമിഡസോൾ അല്ല കൃത്യമായിട്ട്. എന്നാൽ നമ്മൾ ഇതിന്റെ കൂടെ അങ്ങ് ചേർക്കാം. സെർട്ടാകോണസോൾ. ഇത് ശരിക്കും കെമിക്കലി ബെൻസോതയോഫീൻ എന്ന് പറയുന്ന ബെൻസോതയോഫീൻ ആണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കൂടിയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ള ആന്റി ഫംഗൽ ഡ്രഗ് ആണ്. ആസോളിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു ട്രയാസോൾ ആണ്. ട്രയാസോൾ എന്ന് പറയുമ്പോൾ ടോപ്പിക്കൽ ഉണ്ട്, 2 രീതിയിലും കൊടുക്കുന്നുണ്ട്. ഫേമസ് മരുന്നുകൾ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഫ്ലൂകോണസോൾ ഉണ്ട്, ഇട്രാകോണസോൾ ഉണ്ട്, പോസോകോണസോൾ ഉണ്ട്. ഞാൻ സി മാത്രമേ എഴുതുന്നുള്ളൂ. പോസി കഴിഞ്ഞാൽ പിന്നെ വോറികോണസോൾ. ഇസാവു താരതമ്യേന പുതുതാണ്. ഇസാവുകോണസോൾ, ട്രാകോണസോൾ ഉണ്ട്. ആൻഡ് കോണസോളിലെ ടോപ്പിക്കൽ അത് 2 എഫിനാകോണസോൾ, ടെർകോണസോൾ. ഇത് ഓൺലി ടോപ്പിക്കലാണ്. ഇത് പല റൂട്ടുകളിലും ഒക്കെ കൊടുക്കാവുന്ന മരുന്നുകൾ. സോ ഇതെല്ലാം അസോൾ ആണ്. സോ ദീസ് ആർ എ ബിഗ് ഗ്രൂപ്പ് ഓഫ് ആന്റി ഫംഗൽ ഡ്രഗ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട സിന്തറ്റിക് ആയിട്ടുള്ള മരുന്നുകളാണ്. C14 ആൽഫ ഡീമെത്തിലേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആന്റി ഫംഗൽ. ഇനി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ C14 ഡീമീഥൈൽ ലാനോസ്റ്ററോൾ ഇങ്ങനെയുള്ള സംഭവം ഇതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിഡക്ടേസ് വഴി ഫീക്കോസ്റ്റിറോൾ ആക്കി മാറ്റുന്നുണ്ട്. ഫീക്കോസ്റ്റിറോൾ ദെൻ പിന്നീട് എപ്പിസ്റ്റിറോൾ ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ അവസാനം എർഗോസ്റ്റിറോളിലേക്ക് ആക്കുക. ആൻഡ് ഇതിനും കുറച്ച് എൻസൈം വേണം. ഉദാഹരണത്തിന് ഡെൽറ്റ 14 റിഡക്ടേസ്. ഇത് ആൽഫ ആയിരുന്നു, ഇത് ഡെൽറ്റ 14 റിഡക്ടേസ് ഉണ്ട്. ദെൻ ഡെൽറ്റ തന്നെ 7-8 ഐസോമറൈസസ് പോലെയുള്ള എൻസൈംസ് ഉണ്ട്. സോ ഇതിനെ തടയുന്ന മരുന്നാണ് അമോറോൾഫിൻ എന്ന് പറയുന്ന മരുന്ന്. അമോറോൾഫിൻ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ സ്റ്റെപ്പിനെയാണ് തടയുക. ഓക്കെ. സോ ഇതും അപ്പൊ എർഗോസ്റ്റിറോൾ ബയോസിന്തസിസ് തടയുന്ന മരുന്നുകളാണ് അമറോൾഫിൻ. ഇനി നമുക്കിവിടെ ന്യൂക്ലിയസിലേക്ക് പ്രവേശിക്കാം. ഞാൻ കുറച്ചും കൂടി വലിയ ന്യൂക്ലിയസ് ആക്കി വരയ്ക്കാം. ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ഫംഗൽ DNA നിർമ്മാണത്തിൽ ഇടപെടുന്ന മരുന്നുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുക. DNA ഉണ്ടാക്കാനായിട്ട് നമുക്ക് DNA ഇങ്ങനെയാണെങ്കിൽ DNA ഉണ്ടാക്കാനായിട്ട് ന്യൂക്ലിയോടൈഡ്സ് നമുക്ക് വേണം അല്ലെ, ന്യൂക്ലിയോടൈഡ്സ്. സോ അതിലൊന്നാണ് സൈറ്റോസിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സൈറ്റോസിൻ. സോ നമ്മൾ മോഡിഫൈഡ് സൈറ്റോസിൻ അങ്ങ് കൊടുക്കും. ആ മരുന്നിന്റെ പേര് ഫ്ലൂസൈറ്റോസിൻ ആണ്. ഫ്ലൂസൈറ്റോസിൻ എന്ന് പറയുന്ന മരുന്ന് ഇറ്റ്സ് എ മോഡിഫൈഡ് സൈറ്റോസിൻ ആണ്. ഇത് അവിടെ എത്തിക്കഴിയുമ്പോൾ 5-ഫ്ലൂറോയുറാസിൽ 5FU നമ്മൾ കേട്ടിട്ടുണ്ട്. ആന്റി ക്യാൻസറിൽ നമ്മൾ പഠിക്കുന്നതാണ്. സോ എൻസൈം സൈറ്റോസിൻ പെർമിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഈ ഫ്ലൂറോ
ഫൈബ്രോസൈറ്റോസിനെ എടുത്ത് DNA കൊണ്ടുപോകും. അവിടെ വെച്ചിട്ട് അതിനെ പല സംഭവങ്ങളാക്കി മാറ്റുന്നുണ്ട്. 5-fluoro-deoxyuridine ആക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. 5-fluoro-uracilൊക്കെ ആക്കുന്നുണ്ട്. സോ എനിവേ എന്താ സംഭവിക്കുന്ന, ന്യൂക്ലിയോടൈഡ്സ് വെച്ച് തെറ്റി. അപ്പൊ RNA ഉണ്ടാക്കുമ്പോഴും ശരിയാവില്ല, DNA ഉണ്ടാക്കിയാലും ശരിയാവില്ല. സോ RNA സിന്തസിസ് തടയും, DNA സിന്തസിസും തടയും. സോ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ആകും, DNA റെപ്ലിക്കേഷൻ സ്റ്റോപ്പ് ആകും, എല്ലാം ഇൻഹിബിഷൻ നടക്കും അല്ലെ. സോ അങ്ങനെയുള്ള മരുന്നാണ് ഫ്ലൂസൈറ്റോസിൻ. ഇപ്പൊ DNA-ലാണ്. ഇനി ഇത് ഡിവൈഡ് ചെയ്യുന്ന നേരത്ത് വെൻ ദിസ് ഫംഗൽ സെൽ രണ്ടാകുന്ന സമയത്ത് മൈറ്റോസിസ് നടക്കണമല്ലോ. മൈറ്റോസിസ് നടക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ നിന്നും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ട് അതിൽ തന്നെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങനെ വരില്ല, സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങനെ വരും. അപ്പൊ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് മൈറ്റോട്ടിക് സ്പിൻഡിൽ എന്നാണ് നമ്മൾ അതിന് പറയാം. സോ മൈറ്റോട്ടിക് സ്പിൻഡിൽ ഉണ്ടാക്കാൻ ട്യൂബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. സോ ഈ ട്യൂബുലിനിൽ പോയി ഒട്ടിച്ചേരുന്ന ഒരു മരുന്നുണ്ട്, അതിന്റെ പേരാണ് ഗ്രിസിയോഫൾവിൻ. ഞാൻ ഇവിടെ എഴുതാം, ഗ്രിസിയോഫൾവിൻ എന്ന് പറയുന്ന മരുന്ന്. ഈ ട്യൂബുലിൻ അതിൽ പോയിട്ട് ചേരുമ്പോൾ മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോർമേഷൻ ഒക്കെ അല്ലെങ്കിൽ സ്പിൻഡിൽ അസംബ്ലി എല്ലാം തകർക്കും. സോ ഫംഗസിന്റെ ഹൈഫൈ ഫോർമേഷൻ ഉണ്ട്, അതെല്ലാം ഇൻഹിബിഷൻ ആവുന്നു. ദിസ് വിൽ ഡൈ. ആൻഡ് ഇത് പ്രധാനമായിട്ടും ഈ മരുന്ന് ഡെർമറ്റോഫൈറ്റ്സിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്ന് ഫംഗയുടെ പ്രോട്ടീൻ സിന്തസിസ് തടയുന്ന മരുന്നാണ് അല്ലെ. പ്രോട്ടീൻ സിന്തസിസ് തടയുന്ന മരുന്നിന്റെ പേര് ടവാബോറോൾ എന്നാണ് ഈ മരുന്നിന്റെ പേര്. ടവാബോറോൾ തടയുന്നത് അമിനോ അസൈൽ tRNA അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് tRNA എന്ന് വിളിക്കാം. tRNAയുടെ പരിപാടി എന്ന് വെച്ചാൽ പോയിട്ട് പിക്ക് ചെയ്തിട്ട് വരികയാണ്, അമിനോ ആസിഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് തടയുന്ന ഏതാണെന്ന് വെച്ചാൽ ലൂസൈൽ tRNA ആണ്. ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന tRNA ആണ്. സോ ഇതിനെ തടയുന്ന മരുന്നാണ് ടവാബോറോൾ. അപ്പോൾ ലൂസിനുള്ള ഒരു അമിനോ ആസിഡും ഉണ്ടാവില്ല. നമ്മൾ ആന്റി ബാക്ടീരിയലും ഇതുപോലെ ഒരു മരുന്ന് നമ്മൾ പഠിച്ചു, ഐസൊലൂസിൻ സിന്തേസ് ഇൻഹിബിറ്റർ, മുപ്പിറോസിൻ എന്നായിരുന്നു ആ മരുന്നിന്റെ പേര്. സോ അതേപോലുള്ള ഒരു ഓൾമോസ്റ്റ് വെരി നിയർ ടു ദാറ്റ് മെക്കാനിസം ടവാബോറോൾ. സോ ഇത് ആന്റി ഫംഗൽ ആണ്. ഇനി വേറൊരു മരുന്നുണ്ട്, അതിന്റെ പേര് CICLO സൈക്ലോ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. സൈക്ലോപിറോക്സ് എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ഇതൊരു ചീലേറ്റർ ആണ്. ചീലേറ്റർ എന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഇത് ചീലേറ്റ് ചെയ്യുന്നത് ട്രൈവാലന്റ് ആയിട്ടുള്ള അയോൺസിനെയാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അയൺ ട്രൈവാലന്റ് നിൽക്കാൻ പറ്റും, അലൂമിനിയം. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളെ ചീലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ആർക്ക് വേണം? ഇതെല്ലാം പല എൻസൈമാറ്റിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അതിന്റെ എൻസൈമാറ്റിക് ആക്ടിവിറ്റിയുടെ കോഫാക്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഭവങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അലൂമിനിയം, അയോൺ. ഇതൊന്നും നടക്കില്ല. സോ അപ്പോൾ സെൽ മെംബ്രെയിൻ, സൈറ്റോസോളിക് ഡിസ്ഫങ്ഷൻ, സെൽ മെംബ്രെയിനിലെ പരിപാടിയൊക്കെ നിൽക്കും, സൈറ്റോസോളിനകത്തുള്ള പരിപാടിയൊക്കെ നിൽക്കും. ഫേമസ് ആയിട്ടുള്ള നിൽക്കുന്നത് കാറ്റാലൈസ് എന്ന് പറയുന്ന എൻസൈം, പെറോക്സിഡേസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോപ്പ് ആകും. സോ ആ മരുന്നാണ് സിക്ലോപിറോക്സ് എന്ന് പറയുന്ന മരുന്ന്. ഇനി സാധാരണ ടോപ്പിക്കൽ ആന്റി ഫംഗൽ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളിലൊക്കെ കാണുന്ന മരുന്നാണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, വൈറ്റ് വില്ലോ ബാർക്കിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. സോ ഇതിന് ഒരുപാട് ആന്റി ഫംഗൽ മെക്കാനിസംസ് ഉണ്ട്. സെൽ മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാം, ജെർമിനേഷൻ ഇൻഹിബിറ്റർ, സോ സെൽ മെംബ്രെയിൻ തകർക്കാം, ജെർമിനേഷൻ ഇൻഹിബിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. ദെൻ വേരിയസ് ഇൻട്രാ സെല്ലുലാർ പ്രോസസ്സിനെയൊക്കെ തടയാം. സോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ് സാലിസിലിക് ആസിഡ്. ദെൻ വേറൊരു മരുന്ന് ക്വിനഡോക്ലോർ ആണ്. ക്വിനഡോക്ലോർ എന്ന് പറയുന്ന മരുന്ന് ഇത് ആക്ച്വലി ഒരു ആന്റി പ്രോട്ടോസോവൽ മരുന്നാണ്. പ്രധാനമായിട്ടും ആന്റി പ്രോട്ടോസോവൽ എന്ന് പറയുമ്പോൾ അത് ഇൻട്രാലൂമിനൽ ഓർ ഇൻഡസ്റ്റൈനൽ അമീബിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. പ്രോട്ടോസോവൻ ലൈക്ക് ട്രൈക്കോമോണാസ് വജൈനാലിസ് അതിനൊക്കെ ഉപയോഗിച്ചേക്കാം. ആൻഡ് ആന്റി ഫംഗലായിട്ട് ഇത് ടോപ്പിക്കലായിട്ട് ഉപയോഗിക്കാറ്. സോ ഇത്രയൊക്കെ മരുന്നുകളാണ് നമ്മൾ ആന്റി ഫംഗൽ മരുന്നുകളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ആംഫോടെറിസിൻ, നിസ്റ്റാറ്റിൻ ഒന്ന് കമ്പയർ ചെയ്യും. രണ്ട് മരുന്നും നിസ്റ്റാറ്റിനാലും ആംഫോടെറിസിനാലും രണ്ടും പോളിഈൻസ് ആണ്. ആൻഡ് രണ്ടും നാച്ചുറൽ ആണ്, പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ആൻഡ് ഇത് നമ്മൾ കണ്ടുപിടിച്ചത് സ്ട്രെപ്റ്റോമൈസസ് NAURSE ൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് നമ്മൾ കണ്ടുപിടിച്ചത് സ്ട്രെപ്റ്റോമൈസസ് തന്നെയാണ്. നോഡോസത്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ആദ്യം കണ്ടുപിടിച്ചത് 1955 നിസ്റ്റാറ്റിനാണ്. ഇത് തൊട്ട് 56 57 ഇതും കണ്ടുപിടിച്ചു. ആൻഡ് നിസ്റ്റാറ്റിൻ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. ആന്റി ഫംഗൽ ഏറ്റവും കോമൺ ആണ്. ടോപ്പിക്കൽ ക്രീം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ പെയിന്റ് ഒക്കെ ആയിട്ട് പെറ്റാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് നിസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഏറ്റവും ഫേമസ് മരുന്ന് തന്നെയാണ്. പക്ഷെ വളരെ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം, സീരിയസ് ഇൻഫെക്ഷനിൽ മാത്രം ഉപയോഗിക്കുന്ന, അപ്പൊ നോട്ട് റയർ ആയിട്ടെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നോട്ട് എ കോമൺ റൂട്ടീനായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മരുന്നല്ല ആംഫോടെറിസിൻ. അത്യാവശ്യം അത്ര ഗതികേട് വരുന്ന സമയത്ത് മാത്രം, ലൈഫ് ത്രെറ്റനിങ്
ലിവിങ് ഇൻഫെക്ഷൻസിലും മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണ് ആംഫോടെറിസിൻ ബി. ആൻഡ് രണ്ട് മരുന്നിന്റെയും പ്രവർത്തന രീതി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫംഗലിന്റെ സെൽ മെംബ്രെയിനിലുള്ള എർഗോസ്റ്റിറോളിൽ പോയി ഒട്ടിച്ചിരുന്നു. എർഗോസ്റ്റിറോളിൽ ഒട്ടിച്ചേർന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ പോർ ഫോം ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് ലീക്ക് ആകാൻ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകും. സെൽ ഡെത്ത് ഉണ്ടാകും. അപ്പൊ രണ്ടും ഫംഗിസിഡൽ ആണ് എന്നിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് നിസ്റ്റാറ്റിൻ പ്രധാനമായിട്ടും നമ്മൾ ടോപ്പിക്കലാണ് യൂസ് ഉള്ളത്. ഉദാഹരണം കാൻഡിഡിയ പോലെയുള്ള സംഭവങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ അതും മൂലമുണ്ടാകുന്ന ഓറൽ ത്രഷ് അല്ലെ, വായിലിപ്പൂപ്പൽ ബാധയ്ക്കാണ് ഓറൽ ത്രഷ്. ഇസോഫാഗസിനകത്തുള്ള കാൻഡിഡിയാസിസ് നമുക്ക് ഉപയോഗിക്കാം. വജൈനൽ, സ്ത്രീകളുടെ യോനിയിൽ ഉണ്ടാകുന്ന വജൈനൽ കാൻഡിഡിയാസിസിന് നമുക്ക് ഉപയോഗിക്കാം. ഇതിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടോപ്പിക്കൽ. ദെൻ ഓറൽ സസ്പെൻഷനും അവൈലബിൾ ആണ് കേട്ടോ. ഓറൽ സസ്പെൻഷൻ ആയിട്ടും ഈ സംഭവം അവൈലബിൾ ആണ്. അതിന്റെ പേസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അത് പെരട്ടാനൊക്കെ പറ്റും. ഇപ്പോൾ HIV, AIDS അങ്ങനെയൊക്കെയുള്ള രോഗികളിലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. ഫംഗൽ ഇൻഫെക്ഷൻസ് പിടിക്കുന്നത് പലപ്പോഴും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്. സോ അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ എടുത്തേക്കും നമുക്ക് നിസ്റ്റാറ്റിൻ നമുക്ക് ഓറലായിട്ട് പിടിക്കാം. മൈക്കോസ്റ്റാറ്റിൻ എന്ന പേരിലാണ് ഫേമസ് ഒരു ബ്രാൻഡ്. ആംഫോടെറിസിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു റെയർ ആണ്, വളരെ അപൂർവമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ പുവർ ഓറൽ അബ്സോർപ്ഷൻ ആണ്. ടോപ്പിക്കൽ യൂസ് ഇല്ല. സോ ടോപ്പിക്കൽ യൂസ് ഇല്ലാത്ത മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം. അത് ഞാൻ പറയാം. പ്രധാനമായിട്ട് IV ആണ്, ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. ദെൻ വേണമെങ്കിൽ നമുക്ക് ഇൻട്രാതീക്കൽ ആയിട്ടും വേണമെങ്കിൽ കൊടുക്കാം. ആംഫോടെറിസിൻ ബി ഡിയോക്സിക്കോളേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ആംഫോടെറിസിൻ ബി ഡിയോക്സിക്കോളേറ്റ് അതാണ് പ്രധാനപ്പെട്ട സാധാരണ ആംഫോടെറിസിന്റെ ഫോർമുലേഷൻ. ആൻഡ് IV ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 2 to 6 മണിക്കൂർ കൊണ്ടിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുക. ആൻഡ് ഇത് ഗ്ലൂക്കോസിൽ കലക്കിയാണ് കൊടുക്കേണ്ടത്, സലൈനിൽ കൊടുക്കാൻ പാടില്ല എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഓർക്കാൻ പറ്റുമെങ്കിൽ. ആൻഡ് സാധാരണ ഒരു ഡോസ് 0.6 milligram per kilogram per day ആണ്. ഒരു 4 ഗ്രാം വരെയൊക്കെ കൊടുക്കാറുള്ളൂ. 4 ഗ്രാമിൽ താഴെ നിർത്തുക. 4 ഗ്രാമിൽ കൂടി കഴിഞ്ഞാൽ ദോഷങ്ങൾ ഉണ്ടായിരിക്കാം. ആൻഡ് പല രീതിയിൽ ദിസ് ആംഫോടെറിസിൻ ബി ഈസ് അവൈലബിൾ. കൺവെൻഷനലി ഞാൻ പറഞ്ഞു ഡിയോക്സിക്കോളേറ്റ് ആണ്. സാധാരണ നമുക്ക് കൊടുക്കുക ഡിയോക്സിക്കോളേറ്റ് ആണ്. പക്ഷെ അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ഞാൻ പിന്നീട് പറയാം. ആൻഡ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ലിപ്പോസോമൽ ആണ്. ലിപ്പോസോമൽ ആംഫോടെറിസിൻ ബി ആണ്. നമ്മൾ അതിനെ LAMB എന്ന് എഴുതാറുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ആംഫോടെറിസിൻ ബി ലിപ്പിഡ് കോംപ്ലക്സ് ആണ്. ആംഫോബി ലിപ്പിഡ് കോംപ്ലക്സ് എന്നാണ് നമ്മൾ അതിന് വിളിക്കുക. ABLC എന്ന് വിളിക്കാം. ആൻഡ് ലിഫോടെറിസിൻ ദിസ് ഈസ് ഹൈലി കോസ്റ്റ്ലി ആണ്. ലിപ്പോസോമൽ എന്ന് പറയുന്നത് ഹൈലി കോസ്റ്റ്ലി ആണ്. ഒരുപാട് അഡ്വേഴ്സ് എഫക്ട് കുറവായിരിക്കും, എങ്കിലും നമ്മളത് കൊടുക്കുന്നു. ആൻഡ് ഇത് കൊടുക്കുന്നത് എവിടെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കൊടുക്കുന്നത് വളരെ സീരിയസ് ലൈഫ് ത്രെറ്റനിങ്, പൊട്ടൻഷ്യലി ലൈഫ് ത്രെറ്റനിങ് സിവിയർ ഇൻഫെക്ഷൻസിലാണ്, ഫംഗൽ ഇൻഫെക്ഷൻസിലാണ്. പ്രത്യേകിച്ച് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ, അവരിലൊക്കെയാണ് നമുക്ക് ഇൻവേസീവ് മൈക്കോസിസിലൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ കാൻഡിഡിയ മൂലമുള്ളതിന് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ കാൻഡിഡിയയിലേക്ക് കൊടുക്കാം. ദെൻ ആസ്പെർജില്ലോസിസിലാണ് ഏറ്റവും അധികം ഇത് ഉപയോഗിക്കുക. ഇൻവേസീവ് ആസ്പെർജില്ലോസിൽ ദിസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. അതിന്റെ കൂടെ ആ സമയത്ത് വേറൊരു മരുന്ന് കൂടി കൊടുക്കും എന്ന് നമ്മൾ പിന്നീട് പറയും. ഫ്ലൂസൈറ്റോസിൻ എന്ന് പറയുന്ന മരുന്ന് അതിന്റെ കൂടെ സൈനർജിസ്റ്റിക് ആണ്. ദെൻ ആസ്പെർജില്ലോസിസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാവുന്നത് ഹിസ്റ്റോപ്ലാസ്മോസിസിൽ നമുക്ക് കൊടുക്കാം. കോക്സിഡിയോമൈക്കോസിസ് എന്ന് പറയുന്നതിൽ നമുക്ക് കൊടുക്കാം. ക്രിപ്റ്റോകോക്കൽ ഏതാണ് മെനിഞ്ചൈറ്റിസിൽ നമുക്ക് കൊടുക്കാം. ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ദെൻ ബ്ലാസ്റ്റോമൈക്കോസിസിൽ നമുക്ക് കൊടുക്കാം. സോ ഇത്തരം ഡയാമോർഫിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഈസ്റ്റ് ആൻഡ് മോൾഡ് രണ്ടുമാകാവുന്ന തരം ഫംഗൈ ഇൻഫെക്ഷൻസിലൊക്കെ ഇത് കൊടുക്കാം. ആൻഡ് ദിസ് ക്യാൻ ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാം. അതുകൊണ്ട് CNS ഇൻഫെക്ഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ആസ്പെർജില്ലോസിസിൽ ഞാൻ പറഞ്ഞു ഇത് കൊടുത്തു. അതിന്റെ പുറകെ നമ്മൾ ഫ്ലൂസൈറ്റോസിൻ കൂടി കൊടുക്കും ഓറൽ. ഇത് ഇഞ്ചക്ഷൻ, അത് ഓറൽ. ആൻഡ് ഇനി വേറൊരു ഉപയോഗം കൂടി ഉണ്ട് ആംഫോടെറിസിൻ ബി. അത് നമ്മൾ കൊടുക്കുന്നത് വിസറൽ ലീഷ്മേനിയാസിസിലാണ്. ലീഷ്മേനിയാസിസ് എന്ന് പറയുമ്പോഴത്തേക്കും കാല അസാർ, കരിമ്പനി എന്ന് പറയും. അത് ബീഹാറിൽ അവിടെയൊക്കെ കൂടുതലാണ് നമുക്കറിയാം. ദെൻ അപൂർവമായിട്ട് നെഗ്ലേരിയ ഫൗളറി എന്ന് പറയുന്ന ഇൻഫെക്ഷൻ നമ്മൾ പേപ്പറിലൊക്കെ കേൾക്കും. പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ്, അമീബിയ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന അമീബിയ ചിലപ്പോൾ കൊടുത്തേക്കാം. പക്ഷേ ഡ്രഗ് ഓഫ് ചോയ്സ് ഒന്നും അല്ല അതിനകത്ത്, നമ്മൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ ആംഫോടെറിസിൻ ബി അപ്പോൾ ബ്രോഡ് സ്പെക്ട്രം ആന്റിഫംഗലാന്ന് നമുക്ക് മനസ്സിലായി. ഒരുപാട് സംഭവങ്ങൾക്ക് കൊടുക്കാം. ഇനി ആംഫോടെറിസിൻ ബി നമ്മൾ എടുത്തിട്ട് ഐ ഡ്രോപ്സ് ആക്കിയൊക്കെ കൊടുക്കാറുണ്ട്. ഇതാണ് അതിന്റെ ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഐ ഡ്രോപ്സ് ആക്കി കണ്ണിനകത്തുള്ള ചെറിയ ചില പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇൻ മൈക്രോഗ്രാംസ് ഡോസിലായിരിക്കും നമ്മൾ കൊടുക്കുക. അതാണ് അതിന്റെ ലോക്കൽ. പക്ഷേ റൂട്ടീൻലി ഇറ്റ് ഈസ് IV ആണ് കൊടുക്കുക. കണ്ണിലേക്ക് ഇങ്ങനെ തുള്ളിമരുന്നായിട്ട് ആംഫോടെറിസിൻ ബി കൊടുക്കുന്നത് സാധാരണ കെരാറ്റോമൈക്കോസിസിലാണ് ഇങ്ങനെ കൊടുക്കുക. പക്ഷെ നമുക്ക് കെരാറ്റോമൈക്കോസിൽ മറ്റൊരു മരുന്നുണ്ട്, അതും പോളിയൻ തന്നെയാണ്. അതിന്റെ പേര്
നാറ്റാമൈസിൻ എന്നാണ്. നാറ്റാമൈസിൻ എന്ന് പറയുന്ന മരുന്ന് കിട്ടുന്നത് സ്ട്രെപ്റ്റോമൈസസ് നാറ്റാലെൻസിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. അത് ഇതേപോലെ കെരാറ്റോമൈക്കോസിസിൽ ഉപയോഗിക്കുന്നതാണ്, ടോപ്പിക്കൽ ഐ ഡ്രോപ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് സിൽവർ നൈട്രേറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഹാമൈസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ നാറ്റാമൈസിൻ പറഞ്ഞപ്പോഴാണ് ഹാമൈസിൻ നമുക്ക് കിട്ടുന്ന സ്ട്രെപ്റ്റോമൈസസ് പിംബ്രീനയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ആംഫോടെറിസിൻ എവിടെ എഫക്റ്റീവ് അല്ല എന്ന് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആംഫോടെറിസിൻ എഫക്റ്റീവ് അല്ലാത്ത കേസുകൾ ഉദാഹരണം യൂമൈസിറ്റോമയാണെന്ന്. യൂമൈസിറ്റോമയിൽ നമ്മൾ ആംഫോടെറിസിൻ കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് ഇട്രാക്കോണസോൾ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ദെൻ മൈക്രോസ്പോറിഡിയ അതിനകത്ത് നമ്മൾ കൊടുക്കുക ആൽബൻഡസോൾ പോലെയുള്ള മരുന്നുകളായിരിക്കും. ദെൻ പിന്നെ ഉള്ള ഒരെണ്ണം പേര് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, സ്യൂഡ എന്ന് എഴുതുക, സ്യൂഡ അലിസ്റ്റീറിയ. അവിടെ നമ്മൾ കൊടുക്കുക ഇട്രാക്കോണസോൾ തന്നെയാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ദെൻ വേറൊരെണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ന്യൂമോസിസ്റ്റിസ് കരീനിയ അല്ലെങ്കിൽ ന്യൂമോസിസ്റ്റിസ് ജെറോവിക്കി ന്യൂമോണിയ. അവിടെ നമുക്ക് കോട്രൈമോക്സസോൾ ആണ് കൊടുക്കുക. കോട്രൈമോക്സോൾ എന്ന് പറഞ്ഞാൽ സൾഫോണമൈഡ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗുകളാണ്, ആന്റിബയോട്ടിക് ഡ്രഗുകളാണ്. ഇനി രണ്ട് മരുന്നും ആംഫോടെറിസിനാലും നിസ്റ്റാറ്റിനാലും രണ്ടും സേഫ് ആണ് കേട്ടോ. പ്രഗ്നൻസിയിൽ സേഫ് ആണ്, അത്യാവശ്യം വേണ്ടി ഒന്ന് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ നിസ്റ്റാറ്റിൻ നമ്മൾ കൊടുക്കുക വെജൈനൽ സംഭവങ്ങളിലാണല്ലോ. സോ അതിൽ കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കുന്നതിന് പ്രശ്നങ്ങൾ. അപ്പം നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് പറയേണ്ടത്. ദോഷഫലങ്ങൾ നിസ്റ്റാറ്റിൻ എന്ത് പറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ബിറ്റർ ടേസ്റ്റ് ഉണ്ട്. വായിലൊക്കെ പേസ്റ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം നൗസിയ ഒക്കെ ഉണ്ടാക്കാം. ദെൻ ഓറൽ സസ്പെൻഷൻ പേസ്റ്റ് ഒക്കെ ആയിട്ടാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ ചെറിയ നൗസിയ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇനി ഇത് കഴിച്ചാൽ ഓറലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശരീരത്തിലെത്തിയാലാണ് അപ്പോൾ ഈ ആംഫോടെറിസിൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിലിപ്പോൾ നെഫ്രോടോക്സിറ്റി ഉണ്ടാക്കാം. സോ ഇത് ടോക്സിറ്റി ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗിവൺ യൂഷ്വലി ഇൻ സിസ്റ്റമിക് ആയിട്ടല്ലല്ലോ നമ്മൾ കൊടുക്കുക, ടോപ്പിക്കലാണ്. എങ്കിലും ടോപ്പിക്കലായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അപൂർവമായിട്ട് ഉണ്ടാക്കാം. SJS സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ഉണ്ടാക്കാം. ദെൻ എക്സാന്തോമാസിസ് പസ്റ്റുലോസിസ് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. എങ്കിലും ഇതൊന്നും വലിയ സംഭവമല്ല, എങ്കിലും അപൂർവമായിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാം എന്ന്. ആൻഡ് ടോക്സിറ്റി ഓഫ് ആംഫോടെറിസിൻ ബിയുടെ ടോക്സിറ്റി, പ്രൈമറി ടോക്സിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, അത് നെഫ്രോടോക്സിറ്റി, കിഡ്നിക്കാണ് ഡാമേജ് ഉണ്ടാക്കുക. ആൻഡ് ദിസ് ഇസ് ഡോസ് ഡിപ്പെൻഡന്റ് ആണ്. ഡോസ് കൂടിയാൽ ദോഷം കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം 4 ഗ്രാമിൽ കൂടരുത് എന്ന് പറയുന്നത്. എന്ത് തരം ടോക്സിറ്റി ആണെന്ന് വെച്ചാൽ റീനൽ ട്യൂബുലാർ ആസിഡോസിസ് ടൈപ്പ് 1 ആണ് ഉണ്ടാക്കുക. ടൈപ്പ് 1 RTA ഉണ്ടാക്കാം. പൊട്ടാസ്യം ഒക്കെ കുറയും, മഗ്നീഷ്യം കാൽഷ്യം ഒക്കെ കുറയുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് ലിപ്പോസോമൽ കൊടുത്താൽ മതി. ലിപ്പോസോമൽ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോക്സിറ്റി വളരെയധികം കുറയും. കാരണം അപ്പോൾ റീനൽ ട്യൂബുകളിലൊക്കെ ഒട്ടിച്ചേരാനുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും. ഇനി നെഫ്രോടോക്സിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് ഒരു 2 ലിറ്റർ സലൈൻ ഒരു 2 മണിക്കൂർ മുമ്പ് ഇത് ആംഫോടെറിസിൻ കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെഫ്രോടോക്സിറ്റി ധാരാളമായിട്ട് കുറയ്ക്കാൻ പറ്റും. കൂടുതൽ എപ്പോഴും കാണപ്പെടുന്ന ടോക്സിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇൻഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലം. ഇത് കുത്തിവെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഇൻഫ്യൂഷൻ റിലേറ്റഡ് റിയാക്ഷൻസ് എന്ന് നമുക്ക് എഴുതാം. ചിൽസ് ആൻഡ് ഫീവർ, ചിൽ എന്ന് വെച്ചാൽ വിറയലാണ്, ചിൽസ് ആൻഡ് ഫീവർ അല്ലെങ്കിൽ ഷെയ്ക്ക് ആൻഡ് ബേക്ക് സിൻഡ്രോം എന്നൊക്കെ പറയാം. വിറയൽ പനിയൊക്കെ വരും. സോ അത് കൂടുതലായിട്ട് ഉണ്ടാക്കും. ഇനി വേറെ ടോക്സിറ്റി ആംഫോടെറിസിൻ ഉണ്ടാക്കാവുന്നത് അനീമിയാണ്. അനീമിയ എന്ന് പറയുമ്പോൾ നോർമോക്രോമിക് ആയിരിക്കും, പക്ഷേ ഹൈപ്പോക്രോമിക് ആയിരിക്കും. നോർമോക്രോമിക് ബട്ട് ഹൈപ്പോക്രോമിക് മീൻസ് HB കുറഞ്ഞിട്ടുള്ള അനീമിയ ഉണ്ടാക്കാം. നോർമോക്രോമിക് അല്ല, നോർമോസൈറ്റിക്. ദെൻ ഇൻട്രാതീക്കൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കാം. അരാക്കിഡോണൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്, പക്ഷേ നമ്മൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, തൽക്കാലം വിടാം. ദെൻ ഇറ്റ് ക്യാൻ കോസ് നൗസിയ, വോമിറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആംഫോടെറിസിനെ കുറിച്ചിട്ടും നിസ്റ്റാറ്റിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. നമ്മൾ ആദ്യം അപ്പോൾ ക്ലാസിഫൈ ചെയ്തു, ക്ലാസിഫിക്കേഷൻ, ആൻഡ് then we saw 2 drugs. So that's all in this video. Thank you for watching.